ആദ്യം തന്നെ മലപ്പുറത്തേക്കാണ്. മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ വാഹനാപകടത്തിൽ 4 മരണം. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഓട്ടോയിലുള്ള 4 പേരും മരിച്ചോ? മറ്റാർക്കെങ്കിലുമൊക്കെ പരിക്കുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? അതെ അക്ഷയ, ഓട്ടോയിലുള്ള 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്ന അതിദാരുണമായ ഒരു സംഭവമാണ് മഞ്ചേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഏകദേശം 1.5 മണിക്കൂർ മുൻപായിരുന്നു ഈ ഒരു അപകടം നടന്നത്. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സായിരുന്നു ഈ ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. ഓട്ടോ പെട്ടെന്ന് വളച്ചതിനാലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും അപകട കാരണം വ്യക്തമല്ല. അങ്ങനെ ഈ ബസ് ഈ ഓട്ടോയിൽ ഇടിച്ച് ഓട്ടോയെ വലിച്ച് റോഡിലൂടെ ഓട്ടോ വലിച്ചു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം ഓട്ടോ ഡ്രൈവറും 2 കുട്ടികളുമാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഓട്ടോയിലെ 4 പേരും മരണപ്പെട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉള്ളത്. ചെട്ടിയങ്ങാടിയിൽ വെച്ചായിരുന്നു ഈ അപകടം നടന്നത്. മലപ്പുറത്ത് നിന്നുള്ള നിലമ്പൂർ റോഡിലേക്കുള്ള ചെട്ടിയങ്ങാടിയിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. പേരും മറ്റു കാര്യങ്ങളും അപകടത്തിൽ മരിച്ചവരുടെ പേരും മറ്റ് വിവരങ്ങളും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ് ഈ ഓട്ടോയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 4 പേർക്ക് ജീവൻ നഷ്ടമുണ്ടായിരിക്കുന്നു. മരിച്ചത് 4 ഓട്ടോയിലുള്ളവരാണ് എന്നുള്ള ദാരുണമായ ഒരു വാർത്തയാണ് മഞ്ചേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അക്ഷയ, അരുൺ, എങ്ങനെ അപകടമുണ്ടായി? എങ്ങനെ കൂട്ടിയിടിച്ച സാഹചര്യം എങ്ങനെയെന്നതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്ന ഒരു വിവരം അനുസരിച്ച് ഈ വളവ് ഉള്ള ഒരു മേഖല കൂടിയായിരുന്നു അത്. അപ്പോൾ പെട്ടെന്ന് ഓട്ടോ വളച്ചതാണ് അപകടത്തിന് കാരണമാകിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ദൃക്സാക്ഷികൾ നിന്നുമൊക്കെ നമുക്ക് ഈ നിമിഷത്തിൽ ലഭിക്കുന്ന വിവരം അതുമാത്രമാണ്. അപ്പോൾ ബസ് പെട്ടെന്ന് നിയന്ത്രണം കിട്ടാതെ ഓട്ടോയിൽ ഇടിച്ചു. ഇതാണ് അപകട കാരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂറിൽ എന്തായാലും ലഭിക്കുന്നത്. കൂടുതൽ വ്യക്തത വരാനുണ്ട്. പോലീസിന്റെ ഉൾപ്പെടെ സ്ഥിരീകരണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ എന്തായാലും വരാനുണ്ട്. പോലീസാണ് ഈ ആദ്യ 3 മരണങ്ങൾ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അല്പസമയത്തിനകത്ത് മുമ്പ് തന്നെ ഈ 4ാമത്തെ മരണവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർക്കും ജീവൻ എന്തായാലും 4 പേരും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. അപകട കാരണം ഈ പറഞ്ഞതുപോലെ ആദ്യ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാവുന്നത് പെട്ടെന്ന് ഓട്ടോ ഈ സൂചന ഇല്ലാതെ വളച്ചതാണ് അപകടത്തിന് കാരണമാകുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ ബസ് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ മണിക്കൂറിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചുള്ള അപകട കാരണമായി പറയാൻ സാധിക്കുന്നത്. അക്ഷയ, ശരി. അരുൺ അമൃതനാഥാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.